വിരമിച്ച ആളുകൾക്കും ഇനി വിരമിക്കാൻ പോകുന്നവർക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന ഒരു പ്രധാന കാര്യവുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. കേന്ദ്ര സർക്കാരും കേരള സർക്കാരും പെൻഷൻ കാര്യങ്ങളിൽ 2026 വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഫിക്സഡ് മെഡിക്കൽ അലവൻസ് അഥവാ FMA ആണ്. ഇതെങ്ങനെ കിട്ടും, ആർക്കൊക്കെ കിട്ടും, ഇതിനെക്കുറിച്ച് നമുക്ക് കൃത്യമായി നോക്കാം. ആദ്യമേ പറയട്ടെ, മുൻപ് NPS പെൻഷൻകാർക്ക് മെഡിക്കൽ അലവൻസ് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. ബില്ലുകൾ കൊടുക്കണം, ഓഫീസുകൾ കയറി ഇറങ്ങണം. എന്നാൽ 2026 ഏപ്രിൽ 16 പുതിയ ഉത്തരവ് പ്രകാരം കേന്ദ്ര സർക്കാർ ജീവനക്കാരായ NPS പെൻഷൻകാർക്ക് ഈ മെഡിക്കൽ അലവൻസ് ഇനി ഓട്ടോമാറ്റിക്കായി ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തും. നിങ്ങൾ പ്രത്യേകമായി ബില്ലുകളൊന്നും സമർപ്പിക്കേണ്ടതില്ല. ഓരോ 3 മാസം കൂടുമ്പോഴും കൃത്യമായി ഈ തുക നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരും. ഇനി ഈ തുക തുടർച്ചയായി കിട്ടാൻ ഒരു കാര്യം ശ്രദ്ധിക്കണം. എല്ലാ വർഷവും നവംബർ മാസത്തിൽ നമ്മൾ സമർപ്പിക്കാറുള്ള ലൈഫ് സർട്ടിഫിക്കറ്റ് കൃത്യമായി ചെയ്തിരിക്കണം. ഇത് ചെയ്തില്ലെങ്കിൽ ഡിസംബർ മുതൽ മെഡിക്കൽ അലവൻസ് മുടങ്ങാൻ സാധ്യതയുണ്ട്. ഇനി കുടുംബ പെൻഷൻ വാങ്ങുന്നവർക്കും ഈ ആനുകൂല്യം ലഭിക്കും. പെൻഷൻ വാങ്ങുന്നയാൾ മരിച്ചുപോയാൽ നോമിനിയുടെ പേര് രേഖകളിൽ ഉണ്ടെങ്കിൽ മരണ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ മാത്രം മതി, അലവൻസ് തുടർന്ന് ലഭിക്കും. അടുത്തത് നമ്മുടെ കേരളത്തിലെ കാര്യമാണ്. 2026 ഏപ്രിൽ 1 മുതൽ കേരളത്തിൽ അഷ്വേർഡ് പെൻഷൻ സ്കീം നടപ്പിലാക്കിയിരിക്കുകയാണ്. പഴയ പെൻഷൻ വേണോ അതോ പുതിയ NPS വേണോ എന്ന് ആലോചിച്ച് നിന്നവർക്ക് ഇതൊരു വലിയ ആശ്വാസമാണ്. 2013 ശേഷം ജോലിയിൽ കയറിയവർക്കും ഇനി കയറാൻ പോകുന്നവർക്കും ഇതിൽ ചേരാം. ഈ സ്കീമിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ അവസാനമായി വാങ്ങിയ അടിസ്ഥാന ശമ്പളത്തിന്റെ 50% പെൻഷനായി സർക്കാർ ഉറപ്പ് നൽകുന്നു. 30 വർഷം സർവീസ് ഉള്ളവർക്കാണ് ഈ 50% മുഴുവനായി കിട്ടുക. ഇതിനോടൊപ്പം DR ആനുകൂല്യവും ഉണ്ടായിരിക്കും. പലർക്കും സംശയമുണ്ട്, NPSൽ തന്നെ തുടരണോ അതോ പുതിയ അഷ്വേർഡ് പെൻഷൻ സ്കീമിലേക്ക് മാറണോ എന്ന്. അഷ്വേർഡ് പെൻഷനിൽ വരുമാനം ഉറപ്പാണ്. എന്നാൽ NPSൽ വിപണിയിലെ മാറ്റങ്ങൾക്കനുസരിച്ച് കൂടുതൽ തുക കിട്ടാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ സാമ്പത്തിക സുരക്ഷിതത്വം കണക്കിലെടുത്ത് വേണം ഇത് തിരഞ്ഞെടുക്കാൻ. ഇനി NPSൽ നിന്ന് പണം പിൻവലിക്കുന്ന കാര്യത്തിലും 2026 മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള ആകെ തുക 8 ലക്ഷം രൂപയിൽ താഴെയാണെങ്കിൽ അത് മുഴുവനായി ഒന്നിച്ച് പിൻവലിക്കാം. മുൻപിത് 5 ലക്ഷമായിരുന്നു. അതുപോലെ തന്നെ 60 വയസ്സ് കഴിഞ്ഞാലും 85 വയസ്സ് വരെ നിങ്ങൾക്ക് പണം നിക്ഷേപിച്ച് തന്നെ വെക്കാൻ സാധിക്കും. പണം പെട്ടെന്ന് പിൻവലിക്കാതെ സിസ്റ്റമാറ്റിക് ലംസം വിഡ്രോവൽ എന്ന രീതിയിലൂടെ മാസം തോറുമോ 3 മാസം കൂടുമ്പോഴോ ശമ്പളം പോലെ കിട്ടുന്ന രീതിയും ഇപ്പോൾ ലഭ്യമാണ്. ഇനി ഒരു പ്രധാന കാര്യം കൂടി, മെഡിക്കൽ അലവൻസ് വേണോ അതോ CGHS വഴി ആശുപത്രി ചികിത്സ വേണോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. ആശുപത്രിയിൽ പോയി ചികിത്സിക്കുന്നതിനാണ് മുൻഗണനയെങ്കിൽ CGHS കാർഡ് എടുക്കുന്നത് നല്ലതാണ്. അതല്ല, കയ്യിൽ കാശായി കിട്ടണമെങ്കിൽ FMA തിരഞ്ഞെടുക്കാം. ഇതൊക്കെ ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ഓർക്കണം, ആരെങ്കിലും വിളിച്ച് നിങ്ങളുടെ പെൻഷൻ വിവരങ്ങളോ OTP നമ്പറുകളോ ചോദിച്ചാൽ കൊടുക്കരുത്. സർക്കാർ ഉദ്യോഗസ്ഥർ ഫോണിലൂടെ ഇത്തരം കാര്യങ്ങൾ ചോദിക്കില്ല. എല്ലാ അപേക്ഷകളും ഔദ്യോഗിക പോർട്ടലുകളിൽ മാത്രം ചെയ്യുക. ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഓരോ പ്രദേശത്തും ചെറിയ മാറ്റങ്ങൾ വരാം. അതുകൊണ്ട് കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കാനുമായി നിങ്ങളുടെ അടുത്തുള്ള ട്രഷറിയുമായി ബന്ധപ്പെടുക. വിരമിച്ച കാലം മനസ്സമാധാനത്തോടെ ഇരിക്കാൻ ഇത്തരം ആനുകൂല്യങ്ങൾ കൃത്യമായി ഉപയോഗപ്പെടുത്തുക.